എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പതിവ് പോലെ ടോപ്പിക് എടുക്കാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, PYQ എടുക്കാമോ എന്ന് ചോദിച്ച്. നിങ്ങളങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പറ്റില്ല എന്ന് പറയുക? ഞാനല്ലാതെ പിന്നെ ആര്? നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് PYQ നോക്കാം. നമുക്ക് ചിട്ടയായ രീതിയിൽ നോക്കാം. ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, ഇന്ന് ആൻസർ നിങ്ങളെല്ലാവരും നോക്കിയിട്ടുണ്ടാവും PYQ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസറാണ് നോക്കുന്നത്. അതിനുശേഷം ചെറിയൊരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ നോക്കാം. എല്ലാവരും ഫുൾ എനർജിയോടെ വാ. ഒന്നാമത്തെ ചോദ്യമാണ്, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ അടിസ്ഥാന ഏകകം ബേസ് യൂണിറ്റ് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ അടിസ്ഥാന ഏകകം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മോള്. നിങ്ങളൊരു കാര്യം എന്തായാലും പഠിച്ചു വെക്കുക. 7 ഫണ്ടമെൻ്റൽ മെഷർമെൻറ്റ്സ് ഇല്ലേ, അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. 7 ഫണ്ടമെൻ്റൽ മെഷർമെൻറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ടാവും, അതിൽ നോക്കിയാൽ കാണാം. അതിവിടെ ആൻസറിൽ കൊടുത്തിരിക്കുന്നുണ്ട്. SI യൂണിറ്റുകൾ, ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള 7 അടിസ്ഥാന യൂണിറ്റുകൾ. അതേതൊക്കെയാണെന്ന് വെച്ചാൽ മീറ്റർ നീളം, കിലോഗ്രാം പിണ്ഡം, സെക്കൻഡ് സമയം, ആംബിയർ വൈദ്യുത പ്രവാഹം, കെൽവിൻ താപനില, കാൻഡില പ്രകാശ തീവ്രത, മോള് പദാർത്ഥത്തിൻ്റെ അളവ്, ലിറ്റർ എന്നത് വ്യാപ്തത്തിൻ്റെ ഒരു ഡിറൈവ്ഡ് യൂണിറ്റാണ്. അപ്പം 7 പഠിച്ചുള്ള ഏതൊക്കെയാണ്? അതിൽ ലിറ്റർ വ്യാപ്തത്തിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ സ്റ്റാൻഡേർഡുകൾ സൂക്ഷിച്ചിരിക്കുന്ന ലബോറട്ടറി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ സ്റ്റാൻഡേർഡുകൾ സൂക്ഷിച്ചിരിക്കുന്ന ലബോറട്ടറി നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി, NPL, ന്യൂഡൽഹി. NPLൻ്റെയും RSLൻ്റെയും ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണുക, പ്ലേലിസ്റ്റിലുണ്ടാവും. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന NPLനാണ് ഇന്ത്യയിലെ നാഷണൽ സ്റ്റാൻഡേർഡ്സ് സൂക്ഷിക്കാനുള്ള നിയമപരമായ ചുമതല. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഔദ്യോഗിക സമയം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST, കൃത്യമായി പാലിക്കുന്നത് NPLലുള്ള ആറ്റോമിക് ക്ലോക്കുകൾ വഴിയാണ്. അപ്പം നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതൊന്ന് വായിച്ചു വെക്കുക. അടുത്ത ചോദ്യം ക്യാൻസൽ ചെയ്താണ്, എന്നാലും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളൊന്ന് പഠിക്കാം. താഴെ പറയുന്നവയിൽ നിയമപരമായ അളവ് അല്ലെങ്കിൽ അളവ് ഉപകരണം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. അതായിരുന്നു ചോദിച്ചത്. നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം. നിയമപരമായ അളവ് ഉപകരണങ്ങൾ എന്താണ്? ഉപഭോക്താക്കളെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന അളവ് തൂക്ക ഉപകരണങ്ങൾ കൃത്യമായിരിക്കണം എന്ന് നിയമമുണ്ട്. പെട്രോൾ പമ്പിലെ ഡിസ്പെൻസർ, ഓട്ടോ ടാക്സി മീറ്ററുകൾ, ബാറുകളിലെ പെഗ് മെഷറുകൾ, വാട്ടർ മീറ്ററുകൾ എന്നിവയെല്ലാം ലീഗൽ മെട്രോളജി വകുപ്പ് പരിശോധിച്ച് മുദ്ര വയ്ക്കേണ്ടവയാണ്. ഏതൊക്കെയാണ്? പെട്രോൾ പമ്പിലെ ഡിസ്പെൻസർ, ഓട്ടോ ടാക്സി മീറ്ററുകൾ, ബാറുകളിലെ പെഗ് മെഷറുകൾ, വാട്ടർ മീറ്ററുകൾ. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ചിലപ്പോൾ ഇനി ഇവിടുന്ന് ചോദ്യം വരാം. അളവ് തൂക്ക സ്റ്റാൻഡേർഡുകളുടെ സ്ഥാപനം, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്? അളവ് തൂക്ക സ്റ്റാൻഡേർഡുകളുടെ സ്ഥാപനം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അളവ് തൂക്കങ്ങളുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കൽ എന്നത് ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിൽ എൻട്രി 50 പെടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിലുള്ള വിഷയമാണ്. എന്നാൽ ഇവ നടപ്പിലാക്കുന്നതും പരിശോധനകൾ നടത്തുന്നതും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ചുമതലയാണ്. ഓർത്തു വെക്കുക, അളവ് തൂക്കങ്ങളുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കൽ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതാണ്. എന്നാൽ ഇവ നടപ്പിലാക്കുന്നതും പരിശോധനകൾ നടത്തുന്നതൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ചുമതലയാണ്. ചിലപ്പോൾ അത് പ്രസ്താവനയിൽ ചോദിച്ചാൽ കറക്റ്റായിട്ട് നോക്കി വെക്കുക. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ലീഗൽ മെട്രോളജി OIMLൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ലീഗൽ മെട്രോളജിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഉത്തരം ഫ്രാൻസ് ആണ്. ഈ OIMLനെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണുക. ഇതിൻ്റെ ചെറിയൊരു വിവരണം നോക്കാം. എന്താണ് OIML? ലീഗൽ മെട്രോളജി നടപടിക്രമങ്ങൾ ലോകമെമ്പാടും ഏകീകരിക്കുന്നതിനായി 1955 സ്ഥാപിതമായ ഒരു അന്താരാഷ്ട്ര അന്തർ ഗവൺമെൻറ് സംഘടന, ഇൻ്റർ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് ഫ്രാൻസിലെ പാരീസിലാണ്. ഇതിൻ്റെ പ്രവർത്തനം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വിവിധ രാജ്യങ്ങളിലെ അളവ് തൂക്ക നിയമങ്ങൾ തമ്മിൽ പരസ്പര പൊരുത്തക്കേടുകൾ ഉണ്ടാകാതിരിക്കാനും
അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കാനും ആവശ്യമായ പൊതുവായ മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും OIML തയ്യാറാക്കുന്നു. ഇനി ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യ 1956 അംഗമായി. മാത്രമല്ല അടുത്തിടെ ഇന്ത്യക്ക് OIML സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അധികാരം ലഭിക്കുകയുണ്ടായി. ഇതുമൂലം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന അളവുതൂക്ക ഉപകരണങ്ങൾ അന്താരാഷ്ട്ര നിലവാരമുള്ളതാണെന്ന് ഇന്ത്യക്ക് തന്നെ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. ഇനി ഇത് വീണ്ടും ഞാൻ ആവർത്തിച്ച് വായിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. എളുപ്പമുള്ള കാര്യങ്ങളാണ്, ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം, അളവുതൂക്ക ഉപകരണങ്ങൾ പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ട സ്ഥലം നിശ്ചയിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരി ആര്? അളവുതൂക്ക ഉപകരണങ്ങൾ പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ട സ്ഥലം നിശ്ചയിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരി. ഉത്തരം ലീഗൽ മെട്രോളജി കൺട്രോളർ. കൺട്രോളറുടെ പദവി. ഓരോ സംസ്ഥാനത്തെയും ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ തലവനാണ് കൺട്രോളർ. നിയമം കൃത്യമായി നടപ്പിലാക്കാനുള്ള പൂർണ്ണമായ ഭരണപരമായ അധികാരം കൺട്രോളറിൽ നിക്ഷിപ്തമാണ്. പരിശോധനാ സ്ഥലം നിശ്ചയിക്കൽ. വ്യാപാരികൾ തങ്ങളുടെ അളവുതൂക്ക ഉപകരണങ്ങൾ കൃത്യതാ പരിശോധനയ്ക്കായി എവിടെയാണ് ഹാജരാക്കേണ്ടത് എന്ന് ഔദ്യോഗികമായി നിശ്ചയിച്ചു നൽകുന്നത് കൺട്രോളറുടെ ഉത്തരവ് വഴിയാണ്. നമ്മളിവിടെ കൺട്രോളറുടെ അധികാരം എന്തൊക്കെയാണെന്നാണ് പഠിച്ചത്. ഇനി നമുക്ക് മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയറക്ടർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഇന്ത്യയൊട്ടാകെ നിയമങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നു. അതാണ് ഡയറക്ടറുടെ ചുമതല. അതുപോലെ ഇനി ഇൻസ്പെക്ടർ പ്രാദേശിക തലത്തിൽ നേരിട്ട് പരിശോധനകൾ നടത്താനും ഉപകരണങ്ങൾ മുദ്ര വയ്ക്കാനും അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് ഇൻസ്പെക്ടർ. എന്നാൽ പൊതുവായ സ്ഥലങ്ങളോ ക്യാമ്പുകളോ നിശ്ചയിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് കൺട്രോളറാണ്. നമ്മളിവിടെ കൺട്രോളർ, ഡയറക്ടർ, ഇൻസ്പെക്ടർ ഇവരുടെ അധികാരങ്ങളും ചുമതലകളും എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇനി അടുത്ത ചോദ്യം, ഇതും ക്യാൻസലായതാണ്. ചില്ലറ വിൽപ്പന പാക്കറ്റിൻ്റെ പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനലിനകത്ത് അളവ് പ്രഖ്യാപിച്ചിട്ടുള്ളതിന് ഇടതുഭാഗത്തായി ഒഴിഞ്ഞു കിടക്കേണ്ട സ്ഥലത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ വലിപ്പം എത്ര? അതാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ട്. ചോദ്യത്തിൽ തെറ്റുണ്ടെങ്കിലും നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കി വെക്കാം. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന എല്ലാ പ്രീ പാക്ക് ചെയ്ത സാധനങ്ങളും ലീഗൽ മെട്രോളജി റൂൾസ് പ്രകാരമായിരിക്കണം നിർമ്മിക്കേണ്ടത്. ഈ പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനൽ PDP ഉപഭോക്താവ് ഒരു പാക്കറ്റ് നോക്കുമ്പോൾ ആദ്യം കാണുന്ന പ്രധാന വശമാണിത്. ഇതിൽ സാധനത്തിൻ്റെ നെറ്റ് വെയ്റ്റ് അല്ലെങ്കിൽ അളവ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. ഈ അളവ് രേഖപ്പെടുത്തിയതിന് ചുറ്റും മറ്റ് എഴുത്തുകളോ ചിത്രങ്ങളോ ഇല്ലാതെ നിശ്ചിത സ്ഥലം ഒഴിച്ചിട്ടിരിക്കണം എന്ന് നിയമമുണ്ട്. ഇത് ഉപഭോക്താവിന് അളവ് പെട്ടെന്ന് വായിച്ചറിയാൻ വേണ്ടിയാണ്. പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനൽ അതാണ് ഇവിടെ പറഞ്ഞത്. ചില്ലറ വിൽപ്പനയ്ക്കുള്ള പാക്കറ്റിന്മേൽ നിർമ്മാതാവിൻ്റെ പൂർണ്ണ മേൽവിലാസത്തിന് പകരമായി ഉപഭോക്താവിന് ഇക്കാര്യം മനസ്സിലാക്കുന്നതിനുള്ള അടയാളം മതിയാകുമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള പാക്കറ്റിൻ്റെ കപ്പാസിറ്റി എത്ര? ചില്ലറ വിൽപ്പനയ്ക്കുള്ള പാക്കറ്റിന്മേൽ നിർമ്മാതാവിൻ്റെ പൂർണ്ണ മേൽവിലാസത്തിന് പകരമായി ഉപഭോക്താവിന് ഇക്കാര്യം മനസ്സിലാകുന്നതിനുള്ള അടയാളം മതിയാകുമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള പാക്കറ്റിൻ്റെ കപ്പാസിറ്റി എത്ര? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, 10 ഘനസെൻറ്റിമീറ്ററോ അതിൽ കുറവോ. ചെറിയ പാക്കറ്റുകൾക്കുള്ള ഇളവ്. വളരെ ചെറിയ പാക്കറ്റുകളിൽ, ഉദാഹരണത്തിന് ചെറിയ ലിപ്സ്റ്റിക്ക്, പെർഫ്യൂം സാമ്പിളുകൾ, ചെറിയ ഔഷധക്കൂട്ടുകൾ, നിർമ്മാതാവിൻ്റെ പേര്, പൂർണ്ണ മേൽവിലാസം എന്നിവയെല്ലാം അച്ചടിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് 10 ഘനസെൻറ്റിമീറ്ററോ അതിൽ കുറവോ കപ്പാസിറ്റിയുള്ള പാക്കറ്റുകളിൽ വിലാസത്തിന് പകരം ഒരു പ്രത്യേക കോഡ് അല്ലെങ്കിൽ അടയാളം നൽകിയാൽ മതിയാകും. ഇത് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കുക. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് ആൻസർ വന്നതെന്നുള്ളത്. അടുത്ത ചോദ്യം, ഫ്യുവൽ ഡിസ്പെൻസറിലൂടെ നൽകുന്ന പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ അളവ് ഉറപ്പുവരുത്തുന്നതിനായി ചില്ലറ വ്യാപാരി പമ്പിൽ സൂക്ഷിക്കേണ്ട അളവ് പാത്രത്തിൻ്റെ കപ്പാസിറ്റി എത്ര? ഫ്യുവൽ ഡിസ്പെൻസറിലൂടെ നൽകുന്ന പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ അളവ് ഉറപ്പുവരുത്തുന്നതിനായി ചില്ലറ വ്യാപാരി പമ്പിൽ സൂക്ഷിക്കേണ്ട അളവ് പാത്രത്തിൻ്റെ കപ്പാസിറ്റി. ഉത്തരം 5 ലിറ്റർ അല്ലെങ്കിൽ 10 ലിറ്റർ. പെട്രോൾ പമ്പുകളിലെ പരിശോധന. പെട്രോൾ പമ്പുകളിൽ അളവിൽ കൃത്യതക്കുറവുണ്ടെന്ന് ഉപഭോക്താവിന് സംശയം തോന്നിയാൽ അത് പരിശോധിക്കാൻ ഉപഭോക്താവിന് അവകാശമുണ്ട്. ഇതിനായി എല്ലാ പമ്പുകളിലും ലീഗൽ മെട്രോളജി വകുപ്പ് സാക്ഷ്യപ്പെടുത്തിയ 5 ലിറ്ററിൻ്റെയോ 10 ലിറ്ററിൻ്റെയോ മാതൃകാ അളവ് പാത്രങ്ങൾ നിർബന്ധമായും സൂക്ഷിച്ചിരിക്കണം. നാളെ നിങ്ങൾ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ 5 ലിറ്ററിൻ്റെയോ 10 ലിറ്ററിൻ്റെയോ അളവ് പാത്രം ഉണ്ടോ എന്നൊന്ന് ചോദിച്ച് നോക്കുക. ഇനി ബാക്കി മറുപടി എന്താ കിട്ടുക എന്നുള്ളത് അറിയില്ല. എന്തായാലും അടി കിട്ടാതെ നോക്കുക. സാഹചര്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെ റൂൾസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക.
അടുത്തത്, ഉപയോഗിക്കുന്ന സ്ഥലത്തു നിന്നും നീക്കുവാൻ കഴിയാത്ത അളവ് തൂക്ക ഉപകരണങ്ങൾ മുദ്ര ചെയ്യേണ്ട തീയതിക്ക് എത്ര ദിവസം മുമ്പ് ഉപഭോക്താവ് ലീഗൽ മെട്രോളജി ഓഫീസർക്ക് റിപ്പോർട്ട് നൽകണം? ഉപയോഗിക്കുന്ന സ്ഥലത്തു നിന്നും നീക്കുവാൻ കഴിയാത്ത അളവ് തൂക്ക ഉപകരണങ്ങൾ മുദ്ര ചെയ്യേണ്ട തീയതിക്ക് എത്ര ദിവസം മുമ്പ് ഉപഭോക്താവ് ലീഗൽ മെട്രോളജി ഓഫീസർക്ക് റിപ്പോർട്ട് നൽകണം? ആൻസർ 30 ദിവസമാണ്. ഇനി നമുക്കതിനെക്കുറിച്ച് നോക്കാം. സ്ഥാവര ഉപകരണങ്ങളുടെ പരിശോധന, വെരിഫിക്കേഷൻ ഓഫ് ഫിക്സഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. വലിയ ഫാക്ടറികളിലെ വെയ്ബ്രിഡ്ജുകൾ, വലിയ സ്റ്റോറേജ് ടാങ്കുകൾ എന്നിവയൊന്നും പരിശോധനയ്ക്കായി ഓഫീസുകളിൽ എത്തിക്കാൻ കഴിയില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഇൻസ്പെക്ടർമാർ നേരിട്ട് വന്ന് പരിശോധന നടത്തണം. ഇതിനായി നിലവിലെ മുദ്രയുടെ കാലാവധി തീരുന്നതിന് 30 ദിവസം മുൻപ് തന്നെ ഉടമസ്ഥർ ഓൺലൈനായോ നേരിട്ടോ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഫിക്സഡ് ഇൻസ്ട്രുമെൻസിൻ്റെ വെരിഫിക്കേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. കഴിഞ്ഞ പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്ത് നിന്ന് 10 മാർക്കിൻ്റെ ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചത്. സ്പെഷ്യൽ ടോപ്പിക്കിന് ശേഷം ആകെ ഒരു പരീക്ഷയെ നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ വേറെ കിട്ടാനില്ല. നിങ്ങൾ PYQ സെക്ഷൻ പറഞ്ഞപ്പോൾ വെറുതെ ക്വസ്റ്റ്യനും ആൻസറും മാത്രമായിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചൊരു വിവരണം കൂടി ഉൾപ്പെടുത്തിയത്. ഇത് എത്രത്തോളം നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല. ക്ലാസ്സിനെ കുറിച്ച് എല്ലാവരും ഒന്ന് കമൻ്റായിട്ട് അഭിപ്രായമിട്ടാൽ നല്ലതായിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടോപ്പിക്കാണ് നോക്കുക. ഞാൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.